എവിടെയായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്? രണ്ട് രഹസ്യം, ബോധത്തിന്റെയും ജഡത്തിന്റെയും രഹസ്യമാണ് ഭഗവാൻ പറയാൻ തുടങ്ങിയത്. അതിൽ ബോധത്തിന്റെ രഹസ്യം പറഞ്ഞു എന്താണെന്നല്ല. അതാണ് 17-ാമത്തെ ശ്ലോകം. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. അതാണ്. അപ്പൊ ഇതം സർവം, ഇവിടെ കാണുന്നത് മുഴുവൻ അല്ല, ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് മുഴുവൻ, പ്രപഞ്ച നാമരൂപങ്ങളായിട്ട് കാണുന്നത് മുഴുവൻ ഏതൊരു കാരണവസ്തുവാണോ നിറഞ്ഞിരിക്കുന്നതില് ആ കാരണവസ്തു നാശമില്ലാത്തതാണ്. അതാണ് ബോധത്തിന്റെ രഹസ്യം. അതാണ് എന്തോ ഒന്ന് ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് നാശമില്ലാത്തതാണ്. അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ കേടുവരുത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതാണ് ബോധത്തിന്റെ, ബോധം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ബോധത്തെയാണ് നമ്മൾക്ക് സാക്ഷാത്കരിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ രണ്ടാമതൊന്നില്ല എന്ന് തെളിയും എന്നാണ് അല്ലെ. ആ ഒരു ഉറപ്പ് വരും. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ വസ്തുവാണ്, ബോധവസ്തുവാണ്. അപ്പോ അതാണ് ബോധം അല്ലെങ്കിൽ ഉണ്മ, ആ ഉള്ള വസ്തുവാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇനി ജഡത്തിന്റെ രഹസ്യമാണ് പറയുന്നത്, ഇല്ലായ്മയുടെ. ഉള്ളതും ഇല്ലായ്മയും പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇനി ജഡം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രഹസ്യമാണ് അടുത്ത ശ്ലോകത്തിലൂടെ പറയാനായിട്ട് പോകുന്നതാണ്. 18-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട് ചെയ്യണം. പതിനെട്ടാമത്തെ ചൊല്ലിക്കൊള്ളു. അന്നവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്യ ഭാരത. അടുത്ത ശ്ലോകത്തില് ജഡത്തിന്റെ രഹസ്യമാണ് പറയാൻ പോകുന്നത്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധസ്യ ഭാരത. യുദ്ധസ്വ ഭാരത. ഭരത, അർജുന, അർജുനനെ വിളിക്കാം. അനാശിന പറഞ്ഞാൽ നാശമില്ലാത്തത്, നാശമില്ലാത്തത്. നിത്യസ്യ നിത്യവും എന്നുമുള്ളതും. അപ്രമേയസ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അറിയാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അളക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ശരീരിണ, ശരീരണ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, ജീവാത്മാവിന്റെ. ഇമേദേഹ, ഈ ദേഹങ്ങൾ, ജീവാത്മാവിന്റെ ഈ ദേഹങ്ങള്. അപ്പൊ ജീവാത്മാവ് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ ആ ജീവാത്മാവിന്റെ ഈ ദേഹങ്ങള് അന്തവന്ത അവസാനിക്കുന്നതാണെന്ന് തത്വദർശികൾ കണ്ടെത്തിയിട്ടുണ്ട്, അവള് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. എന്താണ് അങ്ങനെ പറഞ്ഞാല്? അപ്പൊ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് നിത്യമാണ്, നാശമില്ലാത്തതാണ് ജീവാത്മാവ്. അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ഇന്നതാണ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാവിന്റെ ഈ ദേഹങ്ങള്, ഈ ശരീരങ്ങള് അവസാനിക്കുന്നവയാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? തത്വദർശികൾ, സത്യം കണ്ടെത്തിയവര്, അവര് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? യുദ്ധം ചെയ്യൂ എന്നാണ്. ഈ ദേഹങ്ങളൊക്കെ എന്തായാലും അവസാനിക്കും, എന്തായാലും ഒരു ദിവസം ഈ ദേഹം നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, നിന്റെ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നിത്യനാണെന്ന് പറഞ്ഞു, നാശമില്ലാത്തവനാണെന്ന് പറഞ്ഞു ജീവാത്മാവ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവാത്മാവിനെ രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല, ജീവാത്മാവിനെ ജീർണത ബാധിക്കുന്നില്ല, ജീവാത്മാവിന് മരണം ബാധിക്കുന്നില്ല, അല്ലെ? അതാണ് ഇതിന്റെ അർത്ഥം. അപ്രമേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയം തുടങ്ങിയ ഉപകരണം, അതൊക്കെ ജഡവസ്തുക്കളാണ്. ഇന്ദ്രിയങ്ങളും ഒക്കെ ശരീരത്തിന്റെ ഭാഗമാണ്. ശരീരം തന്നെ ജഡ. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ ജഡവസ്തുക്കളാണ്. അതൊക്കെ ഓരോ ടൂൾസ് ആണ്, നമ്മളുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ടൂൾസ് ആണ്. അപ്പൊ അതുകൊണ്ടൊന്നും ഈ ജീവാത്മാവിനെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നാണ്. അപ്പോ ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന ജീവാത്മാവ്, ഈ ശരീരത്തിൽ വന്നുകൊണ്ടാണ് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നത്.
ആ ജീവാത്മാവ് യഥാർത്ഥത്തിൽ ആ പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ പരമാത്മാവിന്റെ സ്വഭാവം എന്താ? അത് നിത്യമാണ്, അനാശിയാണ്, നാശമില്ലാത്തതാണ്, അപ്രമേയ, അറിയാൻ പറ്റാത്ത, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തതാണ്. അപ്പൊ ആ പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരാനുഭവമുള്ളത് ജീവാത്മാവിനാണ്. പരമാത്മാവിന്റെ ആ ഒരു അവസ്ഥയില് ശരീരാനുഭവത്തിന് ഒരു പ്രസക്തിയില്ല, ഒരു പ്രാധാന്യമില്ല. പരമാത്മാവിന്റെ തലത്തിൽ ജീവാത്മാവിനാണ് ശരീരാനുഭവമുള്ളത്. അതുകൊണ്ടാണ് ജീവാത്മാവിന്റെ ദേഹങ്ങൾ ശരീരങ്ങൾ എന്ന് പറയാനുള്ള കാരണം. ജീവാത്മാവിനെ ശരീരമുള്ളൂ. അപ്പൊ ജീവാത്മാവിൻ്റെതായ ഈ ശരീരങ്ങളൊക്കെ അന്തം എന്ന് പറഞ്ഞാൽ അവസാനമുള്ളവയാണ്, അല്ലെ? അന്തമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നശിച്ചു പോകുന്നതെന്ന് പറയാം, ശരീരം നശിച്ചു പോകുന്നതാണ്. അതല്ലെങ്കിൽ ആ പൂർണ്ണമായ ബോധ സാക്ഷാത്കാരത്തിൽ, ആത്മസാക്ഷാത്കാരത്തില് സ്വയം ഈ ദേഹങ്ങൾ ഇല്ലാതായി മറിയും. അങ്ങനെയും പറയാം, അങ്ങനെ അർത്ഥം പറയാം എന്നാണ്. കാരണം പൂർണ്ണമായ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ബ്രഹ്മസ്വരൂപമായിട്ട് കാണലാണ്, അനുഭവപ്പെടലാണ്, സർവം ബ്രഹ്മമയം. ഈ അനുഭവമാണ് പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ എന്താണ് ചൈതന്യം ജഡം എന്നുള്ള ആ ഒരു വ്യത്യസ്തത പോലും ഈ ജീവത്വം ഉള്ള സമയത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ദ്വൈതഭാവങ്ങളൊക്കെ ഈ ജീവത്വം നിലനിൽക്കുന്നിടത്തോളം കാലത്തേ ഉള്ളൂ അതെല്ലാം. അപ്പൊ പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വൈതഭാവങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ആ ഉള്ള വസ്തു, സത്യവസ്തു മാത്രമാണ്, ബോധം മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ദേഹങ്ങളൊക്കെ ഇല്ലായ്മയുടെ രൂപത്തിലേക്ക് വരും. അത് ശരിക്കും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലാതാവുന്ന ഈ ദേഹങ്ങളെ ആലോചിച്ചാണ് അർജുന നീ ദുഃഖിക്കുന്നത്. അതെന്തായാലും നശിച്ചു പോകേണ്ടവയാണ്, ഇല്ലാതാവേണ്ടതാണ് ഒരു ദിവസം ഈ ദേഹങ്ങൾ മുഴുവൻ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അതാണ് പറയുന്നത്, ആ സത്യവിചാരം ചെയ്യൂ, നിരന്തരമായി സത്യവിചാരം ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സത്യവിചാരത്തോടു കൂടി നിന്റെ സ്വധർമ്മമായ യുദ്ധം ചെയ്യാൻ വേണ്ടി നീ എഴുന്നേൽക്കൂ. ഇതാണ് അർജുനോട് പറയാ. അപ്പൊ ഇവിടെ ഉണ്മയുടെ രഹസ്യം പറഞ്ഞു, അല്ലെ? ഉണ്മ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ വിവിധങ്ങളായ നാമരൂപങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും നമ്മൾ കാണുന്നുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലും നിറഞ്ഞിരിക്കുന്നത് ആ ഉള്ള വസ്തുവാണ്. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടല്ലോ? ആ ഉള്ള ഒരേ ഒരു വസ്തുവാണ് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നതൊക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് ഭൗതിക തലത്തിൽ കാണുന്നതൊക്കെ, അതൊക്കെ ഇല്ലാതാവുന്നു, നശിച്ചു പോകുന്നതാണ്. ഈ ശരീരമടക്കം നശിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഉണ്മയുടെയും ഇല്ല, അല്ലെങ്കിൽ ബോധത്തിന്റെയും ജഡത്തിന്റെയും ആ രഹസ്യം ഒന്ന് പൊതുവായിട്ടൊന്ന് പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് പല രീതിയിൽ അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ പല യുക്തികൾ ഉപയോഗിച്ച് അതിനെ തന്നെ വിശദമായിട്ട് ആവർത്തിച്ച് പറയുകയാണ് ഭഗവാൻ. കാരണം എന്തിനാണ് വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് നമ്മളെ ഉള്ളിൽ ഉറച്ചോളണമെന്നില്ല. അപ്പൊ ആവർത്തിച്ച് കേൾക്കണം, ആവർത്തിച്ച് വീണ്ടും വീണ്ടും വിചാരം ചെയ്യണം. അങ്ങനെ ധ്യാനം ചെയ്ത് ഉറപ്പിക്കുമ്പോഴാണ് ആ സത്യം എന്താണ് നമ്മളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുള്ളൂ എന്നാണ് പറയുന്നത്. അതിനടുത്ത 2 ശ്ലോകങ്ങള് കഠോപനിഷത്തിൽ പറയുന്ന മന്ത്രങ്ങളാണ്, അതിൽ ചെറിയ മാറ്റത്തോടു കൂടി പകർത്തിയിരിക്കുകയാണ്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത. അപ്പൊ അടുത്ത 2 ശ്ലോകത്തില് കഠോപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ചില മാറ്റത്തോടു കൂടി ഇതില് പറയാം. അപ്പൊ 19ാമത്തെ ശ്ലോകം അത് ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തു. ഏനം ഈവേത്തി ഹന്താരം യക്ഷേന മന്യത്തെ ഹതം ഉഭൗ തൗന വിജാനീതോ നായം ഹന്തിന ഹന്യത്തെ ജായത്തെ. അടുത്ത വായിക്കല്ല. അടുത്ത ശ്ലോകത്തിൽ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ആരാണ് ഈ ആത്മാവിനെ ഹന്താരം എത്തി കൊല്ലുന്നവനായി അറിയുന്നത്? അതുപോലെ ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെട്ടവനായിട്ട് അറിയുന്നത്? അവര് രണ്ടുപേരും എന്താണ്? ന വിജാനീത എന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിയുന്നില്ല എന്നാണ്. അയം ന ഹന്തി, അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് കൊല്ലുന്നില്ല, ന ഹന്യത കൊല്ലപ്പെടുന്നില്ല എന്നുള്ളത്.
അപ്പൊ ആർക്കാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായിട്ട് അറിയുന്നത് ആരാണോ, അല്ലെങ്കിൽ ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെടുന്നവനായിട്ട് അറിയുന്നത്, അവർക്ക് രണ്ടുപേർക്കും സത്യം വേർതിരിച്ച് അറിയുന്നില്ല രണ്ടുപേരും എന്നാണ് പറയുന്നത്. അത് തുടർന്ന് പറയണ ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നില്ല ഈ ആത്മാവ് എന്ന് പറയുന്നു. അപ്പോ ഈ എന്താണ് അറിവില്ലായ്മയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം സത്യമാണെന്ന് തോന്നുകയാണ്. ഈ ജഡവസ്തുക്കളൊക്കെ ജഡത്തിന്റെയും ചൈതന്യത്തിന്റെയും രഹസ്യം എന്താണെന്ന് ചിന്തിച്ച് അറിയാത്തവർക്ക്, ചിന്തിച്ച് വിചാരം ചെയ്ത് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇതിന്റെ രഹസ്യം വേർതിരിച്ചറിയാൻ കഴിയാത്ത ആളുകള് അവരിതെല്ലാം സത്യമായിട്ട് കണക്കാക്കുന്നു. ഏതാണ് ഈ ജഡം വസ്തുക്കളൊക്കെ, ചുറ്റും കാണുന്നതൊക്കെ സത്യമായിട്ട് കണക്കാക്കുകയാണ്. പുറമേ കാണുന്ന ഈ നാമരൂപങ്ങളൊക്കെ സത്യമായിട്ട് കണക്കാക്കുക. അപ്പൊ ഇതിന്റെ അപ്പുറത്തെ ഒരു സത്യത്തിനെ അവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം അജ്ഞതയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, സാധാരണക്കാരെ സംബന്ധിച്ച്, ഈ അറിവില്ലാത്തവരെ സംബന്ധിച്ച്, ഇപ്പൊ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ആള് നശിച്ചതായിട്ടാണ് കണക്കാക്കുക, അല്ലെ? ആള് പോയി, ആള് നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുക ശരീരം നശിച്ചു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ജഡം നശിച്ചു കഴിഞ്ഞാൽ ആ വസ്തു നശിച്ചതായിട്ട് അങ്ങനെയുള്ളവർ, അറിവില്ലാത്തവർ കണക്കാക്കുന്നു. അപ്പൊ ആരാണ് കൊല്ലുന്നു എന്നും കൊല്ലപ്പെടുന്നു എന്നൊക്കെ ഭ്രമിക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മാവിനെ അറിയാതെ ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള ആ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരാണ് ഞാൻ കൊല്ലുന്നു അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടുന്നു എന്നൊക്കെ ഭ്രമിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതൊരു ഭ്രമമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭ്രമമുള്ളവർ യഥാർത്ഥത്തിൽ എന്താണ്, സത്യം കണ്ടവരല്ല. അവർക്ക് സത്യം എന്താണെന്ന് അറിയില്ല എന്നാണ്. അപ്പൊ അവർക്ക് ആ വസ്തു എന്താണ്, അല്ലെങ്കിൽ ഉണ്മ എന്താണ്, സത്യം എന്താണെന്നുള്ള അതിന്റെ ഒരു ബോധവും അവർക്കില്ല എന്നാണ് അർജുനോട് പറയുന്നത്. നീ അവരുടെ കൂട്ടത്തിൽ പെടരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്, അല്ല? അവരുടെ ആ ഗ്രൂപ്പിൽ നീ ചെന്നിരിക്കരുത്, കാരണം അവർക്കൊന്നും അറിയില്ല. പക്ഷെ നീ അങ്ങനെയല്ല എന്ന് പറയും. ഭഗവാൻ അർജുനോട് ആവശ്യപ്പെടാണ്. അപ്പൊ കഠോപനിഷത്തില് മന്ത്രം ഇത് വേറൊരു രീതിയിലാണ്. കഠോപനിഷത്തിലെ മന്ത്രം എന്ന് പറയുന്നത് ഹന്താചേന്മന്യദേഹന്തും ഹന്തശ്ചേന്മന്യദേഹതം ഉഭൗത്തൗ വിജാനീതോ ന്യായം ഹന്തിന ഹന്യതേ എന്നാണ് കഠോപനിഷത്തിലെ മന്ത്രം. എന്ന് പറഞ്ഞാൽ അതില് അടിക്കുകയാണ്. അടിക്കുന്നവൻ ഒരാള് മറ്റൊരാളെ അടിക്കുകയാണെന്ന് വിചാരിക്കുക. ആ അടിക്കുന്ന ആള് ഞാൻ ഇവരെ അടിക്കും എന്ന് തോന്നുന്നു, അടി കൊണ്ട ആൾക്കോ എനിക്ക് അടി കിട്ടി എന്നും കരുതുന്നു. അപ്പൊ ഇങ്ങനെ രണ്ടും കരുതുന്നെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആത്മാവിനെ അറിയില്ല എന്നാണ്. അടിച്ച ആള് ഞാൻ അയാളെ അടിച്ചു എന്ന് പറയുന്നു, അടി കൊണ്ട ആൾ അയാൾ എന്നെ തല്ലി എന്ന് പറയുന്നു. ഇപ്പൊ രണ്ടാൾക്കും ആത്മാവിനെ കുറിച്ച് അറിയില്ല എന്നാണ്. കാരണം ആത്മാവ് അടിക്കുന്നുമില്ല, ആത്മാവിന് അടി ഏൽക്കുന്നുമില്ല എന്നാണ്. അപ്പൊ ആർക്കാണ് ഈ ഭ്രമം ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരമാണ് സത്യം, ഈ ദേഹം തന്നെയാണ് സത്യം എന്ന് വിചാരിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഭ്രമങ്ങളൊക്കെ അവർക്കാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അജ്ഞാനികളുടെ അനുഭവം ഇതാണ്, നേരത്തെ പറഞ്ഞതാണ് അല്ലെ? അവര് ഞാൻ കൊല്ലുന്നു അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് കരുതി ഭ്രമിക്കുകയാണ്. അതാണ് അജ്ഞാനത്തിന്റെ സ്വഭാവം. അജ്ഞാനികളുടെ അവസ്ഥ അതാണ്, അജ്ഞാനികളുടെ അനുഭവം അതാണ്. അപ്പൊ അജ്ഞാനികളുടെ അനുഭവം അതാണെങ്കിൽ ഇനി സത്യം കണ്ടെത്തിയ അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടെ അനുഭവം എന്തായിരിക്കും? അപ്പൊ സത്യം കണ്ടെത്താത്ത ആളുടെ അനുഭവം പറഞ്ഞു അല്ലെ, ഞാൻ കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള ഭ്രമമൊക്കെ അവർക്കുണ്ട്, അവരുടെ ഉള്ളിലുണ്ടാവും. നേരെമറിച്ച് സത്യം കണ്ടെത്തിയ ജ്ഞാനിയെ സംബന്ധിച്ച് അവരുടെ അനുഭവം എന്തായിരിക്കും എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ജ്ഞാനിയുടെ അനുഭവം അല്ലെങ്കിൽ സത്യം കണ്ടെത്തിയ ഒരു വ്യക്തിയുടെ അനുഭവം എന്താണെന്നാണ് 20-ാമത്തെ ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. ചൊല്ലിക്കോളൂ. न जायते मियते वा कदाचित् न्यायं कृत्वा भविदा वा न भूये अजो नित्यशाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे. അതെ, 20-ാമത്തെ ശ്ലോകത്തിൽ പറയണം. അതാണ് ജ്ഞാനികളുടെ അനുഭവം എന്താണെന്ന് പറയുന്നത്. ജ്ഞാനികളുടെ അനുഭവം എന്താണ്? ന ജായതേ മ്രിയതേ വാ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പൊ ജ്ഞാനികളുടെ അനുഭവം ഇതാണ്. അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് കദാചിത് ന ജായതേ ഒരിക്കലും ജനിക്കുന്നവനല്ല എന്നാണ്. ആത്മാവ് ഒരിക്കലും ജനിച്ചിട്ടില്ല, ഒരിക്കലും ജനിക്കുന്നില്ല.
പിന്നെയോ ന മ്രിയദേവ, മരിക്കുന്നവനുമല്ല ആത്മാവ് എന്നാണ്. ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. പിന്നെയോ ഭൂത്വ ഭൂയ ന ഭവിതാവ, ഉണ്ടായ ശേഷം പിന്നെ ഉള്ളതായിട്ട് ഭവിച്ചവനുമല്ല ഈ ആത്മാവ്. അപ്പൊ പിന്നെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? അയം അജ, ഈ ആത്മാവ് അജനാണ്, ജനിക്കാത്തവനാണ്. പിന്നെ അതിന്റെ സ്വഭാവം എന്താ? നിത്യ, നിത്യമാണ്, മാറ്റമില്ലാത്തവനാണ്, ഇന്നുമുള്ളവനാണ്. ശാശ്വത, ക്ഷയമില്ലാത്തവനാണ് എന്നാണ്. പിന്നെയോ പുരാണ അയം ശരീരേ ഹന്യമാനെ, ശരീരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉള്ളവനാണ് ഈ ആത്മാവ് എന്നാണ്. ശരീരത്തിന് മുമ്പേ ഈ ആത്മാവുണ്ട്. പിന്നെയോ ശരീരം നശിപ്പിക്കപ്പെടുമ്പോഴോ ന ഹന്യതയെ, നശിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ ശരീരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആത്മാവുണ്ട്. ഇനി ഈ ശരീരം നശിപ്പിക്കപ്പെടുമ്പോ ഈ ആത്മാവ് നശിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ ആത്മാവ് അയം, ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. അത് ജനിക്കുന്നവനും അല്ല ആത്മാവ്, മരിക്കുന്നവനുമല്ല. പിന്നെ ഉണ്ടായ ശേഷം പിന്നെ ഉള്ളവനായിട്ട് ഭവിച്ചില്ല. വെച്ചാൽ അത് ഉണ്ടായതല്ല എന്നാണ്, എപ്പോഴും ഉള്ളതാണ് എന്നർത്ഥം. അപ്പൊ ഈ ആത്മാവ് ജനിക്കാത്തവനാണ്, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. ക്ഷയിക്കാത്തതാണ്, അതിന് ക്ഷയവുമില്ല. ശരീരങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് ഈ ആത്മാവ്. അങ്ങനെയുള്ള ഈ ആത്മാവ് ശരീരം നശിപ്പിക്കപ്പെടുമ്പോഴോ ആത്മാവിന് നാശം ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? പിടികിട്ടിയോ? യെസ്, അത് എന്നും ഉള്ളതാണ് എന്നർത്ഥം. ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാവ് എന്നും ഉള്ളതാണ്. തൽക്കാലത്തേക്ക് ഈ ഒരു ശരീരത്തിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഇതാണ് ജ്ഞാനിയുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഡത്തിന്റെ പരിണാമങ്ങൾ, ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളൊന്നും ബോധത്തിനെ അല്ലെങ്കിൽ ആ ആത്മാവിനെ സ്പർശിക്കുന്നേ ഇല്ല എന്ന് പറയാം. അതിനെ ബാധിക്കുന്നേ ഇല്ല. പരിണാമങ്ങളൊക്കെ, ഈ മാറ്റങ്ങൾ മുഴുവൻ ശരീരത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ജഡവസ്തുക്കൾക്ക് മാത്രമാണ് മാറ്റം എന്ന് പറയാം. അപ്പൊ അതൊന്നും ആത്മാവിനെ സ്പർശിക്കുന്നില്ല, ഈ മാറ്റങ്ങളൊന്നും ആത്മാവിനെ സ്പർശിക്കുന്നേ ഇല്ല. അപ്പോ ജഡവസ്തുക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ ആറ് ഭാവങ്ങൾ, 6 തരത്തിലുള്ള മാറ്റങ്ങളാണ് ജഡവസ്തുക്കൾക്ക് ഉണ്ടാവുക. അത് തന്നെയാണ് ഈ ശരീരത്തിനും ഉണ്ടാവുക. എന്താണ്? ജനിക്കുക, ഉണ്ടാവുക, പിന്നെ നിലനിൽക്കുക, അല്ലെ, കുറച്ചു കാലം നിലനിൽക്കുക, പിന്നെ വളരുക, പിന്നെ എന്താണ്? പരിണാമം സംഭവിക്കുക, രൂപമാറ്റങ്ങൾ ഉണ്ടാവുക, then ക്ഷയിക്കുക, നശിക്കുക. ഇതാണ് 6 ഭാവങ്ങൾ. 6 മാറ്റങ്ങൾ ജഡവസ്തുക്കൾക്കൊക്കെ ഉള്ളതാണ്. അത് ഈ ശരീരത്തിനുമുണ്ട്. പക്ഷെ ഇതൊന്നും ആത്മാവിനില്ല എന്നാണ്. അതാണ് ജനിക്കുന്നവനല്ല, മരിക്കുന്നവനല്ല. ജനിക്കുന്നവനെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ബാധകമാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നതിന് ഈ പറഞ്ഞ 6 മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആത്മാവ് ഉണ്ടായതല്ലാതെ എപ്പോഴും ഉള്ളതാണ്. എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു പിടികിട്ടില്ല, അല്ലെ? എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാലും അതിനൊരു ഉണ്ടാവല് വേണ്ടേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കും, അല്ലെ? ഉണ്ടാവാണ്ട് എങ്ങനെയാ ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഉള്ളതാവുക? കാരണം നമ്മൾക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിനും ഒരു തുടക്കവും അവസാനവും നമ്മൾ കണ്ട് ശീലിച്ചു, അല്ല? ശരിയല്ല, എല്ലാറ്റിനും ഒരു തുടക്കവും അവസാനവും നമ്മൾ കണ്ട് ശീലിച്ചു. അതുകൊണ്ടാണ് നമുക്ക് സംശയം. എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാലും അതെങ്ങനെ എപ്പോഴും ഒരിക്കൽ ഉണ്ടാവണ്ടേ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ, അതിലാണ് ബാക്കി ഉണ്ടാവലും നിലനിൽക്കും ഒക്കെ നടക്കുന്നത്. ആ ഒറ്റ ഉള്ള വസ്തുവിലാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ആ ഉള്ള വസ്തു, അതിന് ഉണ്മ എന്ന് പറയുന്നു. കാരണം അത് എപ്പോഴും ഉള്ളതാണ്. അപ്പോ ഈ ജഡങ്ങളെ ബാധിക്കുന്നതായ ഈ 6 തരത്തിലുള്ള മാറ്റങ്ങളും അതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം അത് ജനിക്കുന്നവനല്ല, മരിക്കുന്നവനല്ല, അല്ലെ? അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും ജഡത്തിന്റെ പരിണാമമാണ് ജനിക്കല്, ആദ്യത്തെ പരിണാമമാണ്. അവസാനത്തത് മരണം. അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ഭൂത്വ ഭൂയ ന ഭവിതാവ എന്ന് പറഞ്ഞാൽ ജനിച്ച ശേഷം ഉള്ളതായി കാണുക, ഉള്ളതായി പ്രവർത്തിക്കുക, ഉള്ളതായി വർത്തിക്കുക. അത് ജഡത്തിന്റെ സ്വഭാവമാണ്. അതുമില്ല. അതുപോലെ ജനിക്കാത്തവൻ എന്ന് വീണ്ടും പറയാനുള്ള കാരണം ഇത് വളരുക അല്ലെങ്കിൽ പെരുകുക എന്ന അതൊരു പരിണാമമാണ്, അതിനെ നിഷേധിക്കാനാണ്. അതുപോലെ നിത്യനാണ്, ശാശ്വതനാണ് എന്നൊക്കെ പറഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് രൂപഭേദങ്ങൾ ഉണ്ടാവില്ല, ആത്മാവിന് രൂപമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പുരാണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ശരീരങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് ഈ ആത്മാവ്. അതേപോലെ ദേഹം നശിച്ചാലും നാശമില്ലാത്തതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഡദൃശ്യങ്ങൾ, ഈ നാമരൂപങ്ങൾ, പ്രപഞ്ചം മുഴുവനും അപ്രത്യക്ഷമായാലും ആ ആത്മാവ് നിലനിൽക്കും, അവശേഷിക്കും എന്നാണ് പറയുന്നത്. എല്ലാം ഈ ജഡദൃശ്യങ്ങൾ മുഴുവൻ ഇല്ല, നശിച്ചാലും മറഞ്ഞുപോയാലും ആത്മാവ് അപ്പോഴും അവശേഷിക്കും. അപ്പോ ഒരു സത്യദർശിയെ സംബന്ധിച്ച് ആ പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരത്തില്
അദ്ദേഹത്തിന് ഈ ഒരു അനുഭവം, ബോധത്തിന്റെ ഈ ഒരു അനുഭവം ഉണ്ടാവുന്നതാണ്. ആ സത്യം ഇതാണ്, അതൊരിക്കലും നാശമില്ല എന്നുള്ള അനുഭവം സത്യം കണ്ട ആൾക്ക് തെളിഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ വസ്തുത ഇതൊക്കെയാണ്, സത്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അർജുനൻ ഇപ്പൊ എന്തിനെ കുറിച്ച് ആലോചിച്ചാണ് ദുഃഖിക്കുന്നത്? ഈ ജഡവസ്തുക്കളെയൊക്കെ, ജഡമായിട്ട് ഒരു ജഡം എന്നുള്ള ഒരു പ്രതിഭാസമാണ്, യഥാർത്ഥത്തിലുള്ളതല്ല, അല്ലെ? ഒരു 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 തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു പ്രതിഭാസം, ഈ ജഡവസ്തുക്കളൊക്കെ. അപ്പൊ അതിനെ സത്യം എന്ന് ഭ്രമിച്ച് അർജുനൻ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അർജുനൻ ദുഃഖിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സത്യമല്ലാത്ത, ഇല്ലാത്തതായ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ആര് വിഷമിക്കുന്ന? അർജുനൻ ദുഃഖിക്കുന്നത്. അപ്പൊ അത് വിഡ്ഢിത്തമല്ലേ എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകം. ഇനി കഠോപനിഷത്തിലെ മന്ത്രം ഇങ്ങനെയാണ്: ന ചായതേ മ്രിയദേവ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതാണ് കഠോപനിഷത്തിൽ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇതാണ്: എപ്പോഴും സ്വന്തം രൂപത്തിന്റെ അനുഭവത്തുള്ള ആ ആത്മാവ് അതൊരിക്കലും ജനിക്കുന്നവനല്ല, മരിക്കുന്നവനുമല്ല. ഈ ആത്മാവ് വേറൊരു കാരണത്തിൽ നിന്നുണ്ടായതല്ല എന്നാണ്. കാരണം ആത്മാവ് അത് മറ്റൊരു ഈ ജഡവസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിനൊക്കെ ഒരു കാരണമുണ്ട്. പക്ഷെ ആ കാരണത്തിന് വേറൊരു കാരണമില്ല, അത് പരമകാരണമാണ്. അപ്പൊ അതേപോലെ തന്റെ സ്വരൂപത്തിന് രൂപാന്തരമൊന്നും സംഭവിച്ചിട്ടില്ല ആത്മാവിന്. അതുകൊണ്ട് ഈ ആത്മാവ് അജനാണ്, ജനിക്കാത്തതാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പണ്ടേ ഉള്ളവനാണ് എന്ന് പറയാം. ശരീരം നശിച്ചാലും ഈ ആത്മാവിന് ഒരു നാശവും സംഭവിക്കുന്നില്ല. അപ്പോ ഈ ഒരു വസ്തുത, ഈ ഒരു തത്വം അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ രീതിയിൽ സത്യത്തെ കുറിച്ച് ബോധമുള്ള ആള്, വസ്തുബോധമുള്ള ആള് അർജുനനെ പോലെ ഞാൻ കൊല്ലുന്നുവെന്നോ അല്ലെങ്കിൽ കൊല്ലിക്കുന്നുവെന്നോ ഇതൊന്നും ആലോചിച്ച് ഒരിക്കലും ദുഃഖിക്കില്ല എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ദുഃഖിക്കാൻ ഇടവരില്ല. അത് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കണം. അടുത്ത കാര്യം പറയും. 21-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. വേദാവിനാശിനം നിത്യം ഏനം കഥം സപുരുഷം പാർത്ഥ കം ഖാദയതി ഹന്തികം. യെസ്, അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്: വേദാവിനാശിനം നിത്യം യ ഏനമജം അവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. അർജുനോട് ചോദിക്കുകയാണ്, പാർത്ഥ, അല്ലയോ അർജുന, ഏതൊരാളാണോ അവിനാശിനം, അവിനാശിനം എന്ന് പറഞ്ഞാൽ ഒരു കേടുപാടും സംഭവിക്കാത്ത, നാശം സംഭവിക്കാത്തത്, നിത്യം നാശമില്ലാത്തവനും, നിത്യം എപ്പോഴും ഉള്ളവനും, അജം ജനിക്കാത്തവനും, അവ്യയം ഒരു കുറവും വരുത്താത്തവനും ആയ ഏനം ഈ ആത്മാവിനെ വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നുവോ? ആരാണോ ഈ ആത്മാവിനെ അറിയുന്നത്? സ പുരുഷ, ആ പുരുഷൻ കഥം കം ഖാദയതി, എങ്ങനെ, ആരെ കൊല്ലിക്കാനാണ്? കം ഹന്തി, ആരെ കൊല്ലാനാണ് ചോദിക്കുകയാണ് അർജുനനോട്. ആരാണോ ഈ ആത്മാവിനെ അറിയുന്നത്? എങ്ങനെയുള്ള ആത്മാവ്? ഒരു കേടുപാടും വരാത്തവനും, ഒരു ദോഷവും വരാത്തവനും, നാശമില്ലാത്തവനും, ജനിക്കാത്തവനും, ഒരിക്കലും ഒരു കുറവും വരാത്തവനുമായി ഈ ആത്മാവിനെ ആരാണ് അറിയുന്നത്? ആ പുരുഷൻ, ആ അറിയുന്ന ആള് എങ്ങനെ, ആരെ കൊല്ലിക്കാനാണ്, ആരെ കൊല്ലാനാണ് എന്ന് ചോദിക്കുകയാണ്. ആത്മാവിനെ അറിയുന്ന ആൾക്ക് കൊല്ലിക്കാനോ കൊല്ലാനോ സാധ്യമല്ല. അപ്പൊ ഇവിടെ കൃഷ്ണൻ കൊല്ലിക്കുകയാണ് അർജുനനെ. കൃഷ്ണനാണല്ലോ അർജുനോട് യുദ്ധം ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ കൊല്ലിക്കുന്നവനാണ്, അല്ല, അർജുനൻ കൊല്ലുന്നവനാണ്. ആ രീതിയിലാണ് കണക്കാക്കുന്നതെങ്കിൽ അത് അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. അത് അറിവില്ലായ്മയുടെ ഫലമാണ്. കാരണം ഇവിടെ സത്യം ഒന്നേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ, ഉള്ള വസ്തു ഒന്നേ ഉള്ളൂ. മനസ്സിലായോ? ഉള്ള വസ്തു ഒന്നേ ഉള്ളൂ, ഉണ്മ ഒന്നേ ഉള്ളൂ. ആ ഉണ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് എന്നാണ് അർത്ഥം. നമ്മള് ഹാപ്പിനെസ് പ്രോഗ്രാമിൽ 7 തലങ്ങളെ കുറിച്ച് പറയുന്നില്ലേ? എന്തൊക്കെയാണ്? ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹം, ആത്മാവ് അല്ലെങ്കിൽ ഉണ്മ എന്നാണ് പറയാറുള്ളത്. ഓർമ്മണ്ടോ? അല്ലെ? ആത്മാവ് അല്ലെങ്കിൽ ഉണ്മ. ഈ ആത്മാവിനെ തന്നെയാണ് ഉണ്മ എന്ന് പറയുന്നത്.
ഉണ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് എന്നാണ് അർത്ഥം. ഉള്ളത്. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉള്ളത്. അപ്പോ വസ്തു അത് മാത്രമേ ഉള്ളൂ. ആ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അത് ജനിക്കാത്തതാണ്, മരിക്കാത്തതാണ്, ഒരു അഴിവുമില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എങ്ങനെ സംഭവിക്കുന്നതാണ്? അതിനൊരിക്കലും നാശമില്ല. അതൊരിക്കലും, ഇതാണ് അദ്വൈതമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ, അദ്വൈത ജ്ഞാനം. അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന്. അപ്പൊ ഇനി ഒരു സംശയം വരാം. അപ്പൊ ആത്മസ്വരൂപത്തിന് അവ്യയമാണ്, ഒരു അഴിവുമില്ലാത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ജീവാത്മാവിന് ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു, ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടല്ലോ അല്ലെ? ജീവാത്മാവ് ഓരോ ശരീരത്തിൽ വരുന്നു, അപ്പോഴാണ് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവിന് ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു, ജനിക്കേണ്ടി വരുന്നു, ശരീരത്തിൽ നിന്ന് പുറത്തു കൊണ്ട് ശരീരത്തിന് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അത് തന്നെ ദുഃഖത്തിന് കാരണമല്ലേ എന്നൊരു സംശയം തോന്നാമെന്നാണ് അല്ലെ? ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നാം, അർജുനനും തോന്നാം. ഇത് ശരീരത്തിൽ വരുന്നുണ്ട്, ശരീരം സ്വീകരിക്കുന്നു, അതിനെ ഉപേക്ഷിക്കുന്നു, ഇത് തന്നെ അതിലിരുന്നുകൊണ്ട് പല അനുഭവങ്ങൾ ഉണ്ടാവുന്നു, ഇത് തന്നെ ദുഃഖത്തിന് കാരണമല്ലേ ചോദിക്കുന്നു. അപ്പൊ ജനനം മരണം ദുഃഖത്തിന് കാരണമല്ലേ? അപ്പൊ ഈ ഒരു സംശയത്തിനാണ് അടുത്ത ശ്ലോകത്തിൽ മറുപടി പറയുന്നത്. 22ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. നയനം ചിന്തതി ശാസ്ത്രാണി ജീർണാനി. നയനം ചിന്തതി ശാസ്ത്രാണി അതല്ല, വാസാംസി ജീർണാനി വാസാംസി ജീർണാനി യഥാ വിഹായ വിഹായ നവാനി വാനി ഗൃണ്ണാതി നരോപരാണി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി. ഓക്കെ, 22ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അപ്പൊ ജനനം മരണം തുടങ്ങിയ അനുഭവങ്ങള് ദുഃഖമുണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി. നരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയാണോ ആളുകള്, നമ്മളൊക്കെ ഈ വസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ജീർണിച്ചു കഴിഞ്ഞാല്, കീറി ജീർണിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഉപേക്ഷിക്കും, ഈ വസ്ത്രത്തിനെ നമ്മൾ കളയും അല്ലെ? അതാണ് യഥാ ജീർണാൻ വാസാംസി വിഹായ. എപ്രകാരമാണോ ഈ കീറി മുഷിഞ്ഞ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അപരാണി നവാനി ഗൃണ്ണാതി എന്ന് പറഞ്ഞാൽ വേറെ പുതിയ വസ്ത്രം മാറുന്നത്, തഥാ ദേഹി അതേപോലെ ഈ ദേഹി എന്ന് പറഞ്ഞാൽ ജീവൻ ജീർണാനി ശരീരാണി വിഹായ ഉപയോഗമില്ലാത്ത ഈ ദേഹങ്ങളെ വിട്ടുകളഞ്ഞ് അന്യാനി നവാനി സംയാതി വേറെ പുതിയ ശരീരങ്ങൾ കൈക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അതാണ് ജനനവും മരണവും എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊക്കെ വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ മുഷിഞ്ഞു കഴിഞ്ഞാൽ, കീറി മുഷിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉപേക്ഷിക്കും അല്ലെ? അതിനെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പുതിയ വസ്ത്രം ധരിക്കും. അതേപോലെയാണ് ഉപയോഗശൂന്യമായ ഈ ശരീരത്തെ മുഴുവൻ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളെ ഈ ജീവൻ കൈക്കൊള്ളുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദേഹം മരണത്തിന്റെ രഹസ്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ? വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തെ മറയ്ക്കാനാണ് വസ്ത്രം, ശരിയല്ലേ? ശരീരത്തിനെ കവർ ചെയ്യാനാണ് വസ്ത്രം. പക്ഷേ ആ വസ്ത്രം കീറി മുഷിഞ്ഞു പോയി കഴിഞ്ഞാലോ, ആകെ കീറി ജീർണിച്ചു കഴിഞ്ഞാലോ, പിന്നെ ആ വസ്ത്രം കൊണ്ട് ശരീരം മറക്കൽ നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വസ്ത്രം മാറി പുതിയത് എടുക്കാതെ വഴിയില്ല അല്ല? അപ്പൊ അതേപോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അതിന്റെ ആ വാസനയ്ക്കനുസരിച്ച് പ്രത്യേക സങ്കല്പങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥൂല ശരീരത്തിൽ വരുന്നത് ഒരു ജീവൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്നിന്ന അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുണ്ട് ഒരു ജീവന്. അത് നടത്താൻ വേണ്ടി, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിൽ വരുന്നത്, ഈ ശരീരത്തിൽ ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ അതെല്ലാം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ പുതിയ കാര്യങ്ങൾ നിറവേറ്റാൻ ചിലപ്പോൾ ഈ ശരീരത്തിന് കഴിവുണ്ടായി എന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഈ പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അതിന് വേറൊരു ശരീരം വേണം. അപ്പൊ ഈ ശരീരം കൊണ്ട് അത് ചെയ്തു തീർക്കാൻ പറ്റില്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് ഒഴിവാക്കും, ഇതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കും. അതാണ് മരണം. എന്നിട്ട് പുതിയൊരു ശരീരം സ്വീകരിക്കും. എന്തിനാ? അടുത്ത പുതിയ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉള്ളിലുള്ള വാസനകൾക്ക് അനുസരിച്ച്
ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ശരീരങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ ഈ സ്ഥൂല ശരീരം മാറുന്നത്, മാറി മാറി ഓരോ ശരീരത്തിൽ വരുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വസ്ത്രം മാറുന്നത് പോലെയാണ്. അത്രേ കണക്കാക്കണ്ടു എന്നാണ് പറയുന്നത്. വസ്ത്രം മാറുന്നത് പോലെയാണ് ഈ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, പുതിയ ശരീരത്തിൽ വരുന്ന, അത്ര കണക്കാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാ അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ ദുഃഖം ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കൊല്ലേണ്ടി വരില്ല, അവരുടെ ശരീരം നശിക്കുന്നതിനെ കുറിച്ചാണ് അർജുനന്റെ ദുഃഖം. അപ്പൊ ഭീഷ്മരുടെയും ദ്രോണരുടെയും അല്ലെ, അവരുടെയൊക്കെ ശരീരം നശിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അർജുനൻ ദുഃഖിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ ഈ ശ്ലോകം ആ സ്ഥൂല ശരീരത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ജീവന് 3 ശരീരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അല്ലെ, സ്ഥൂല ശരീരം. അപ്പൊ ഈ സ്ഥൂല ശരീരമാണ് ഇവിടെ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോഴും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഉണ്ട്. അപ്പൊ അത് രണ്ടും എപ്പോഴാണ് ഇല്ലാതാവുക ചോദിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തില്, ആ പൂർണ്ണ സാക്ഷാത്കാരം സംഭവിക്കുമ്പോഴാണ് സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഒക്കെ ഇല്ലാതാവുക. പിന്നീട് ജനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമുള്ള സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് കൂടിയ ജീവൻ വസ്ത്രം മാറുന്നത് പോലെയാണ് സ്ഥൂല ശരീരങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പൊ ദേഹിയാണ് അതെല്ലാം ചെയ്യുന്നത്. ദേഹി എന്ന് പറഞ്ഞാൽ ഈ ജീവൻ, ഈ ശരീരത്തിലുള്ള ദേഹത്തിലുള്ള ആള് ദേഹി. അപ്പൊ ആ ദേഹിയാണ് ഈ സ്ഥൂല ശരീരത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള ദേഹിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷെ അത് ഈ ശരീരം കൊണ്ട് പറ്റില്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് മാറ്റും, അടുത്തതിലേക്ക് കയറിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? യെസ്. അപ്പൊ ഈ ആത്മാവ് എന്നുള്ളത് സ്വതവേ അഖണ്ഡമാണ്, സനാതനമാണ് ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആത്മാവ് സനാതനമാണെന്ന് പറയുന്നു, അഖണ്ഡമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോ ലോകത്ത് മറ്റുള്ളതിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നിനും ആത്മാവിനെ കേടുവരുത്താൻ പറ്റില്ല, ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ സംശയം തോന്നാം. ആർക്കാണ് ഈ സംശയം തോന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരമില്ല, ജ്ഞാനമില്ലാത്തവർക്ക്, അജ്ഞാനികൾക്ക് ഈ സംശയം തോന്നാം. ആത്മദർശനമില്ലാത്ത സാധാരണക്കാർക്ക്, അല്പബുദ്ധികൾക്ക് തോന്നാവുന്നതാണ് ഈ സംശയം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംശയത്തെ തീർക്കാനാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. അടുത്ത 2 ശ്ലോകങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ പറയാനാണ്. കാരണം സാധാരണക്കാർക്ക് തോന്നും ഇപ്പോ നമുക്ക് പലർക്കും പലതിനെയും ഇവിടെ നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, കേടുവരുത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെ? നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. പലരും പലതിനും നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അല്ലെങ്കിൽ അതിനൊന്നും ഈ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണോ, അത് ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. സാധാരണക്കാരായ ആളുകൾക്ക് നമുക്കൊക്കെ സംശയം തോന്നാം. അപ്പൊ അങ്ങനെയുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത 2 ശ്ലോകങ്ങളെ കുറിച്ച് പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ എന്താ പറയുന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. നട്ടല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കുക. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ വിശ്രമിക്കൂ. ബി വിത്ത് യുവർസെൽഫ്. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷ
സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാശി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.